ഇവിടെ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല സുപ്രീം കോടതി. കൊടിമരത്തിലെ സ്വർണം ഉൾപ്പെടെ മോഷ്ടിച്ചല്ലോ എന്ന് സുപ്രീം കോടതി. റിപ്പോർട്ടർ വാർത്ത പോലും ഇപ്പോൾ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൊടിമരത്തിലെ സ്വർണത്തിലെ മോഷണമടക്കം ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കൊടിമരത്തിലെ സ്വർണം ഉൾപ്പെടെ മോഷ്ടിച്ചല്ലോ എന്ന് സുപ്രീം കോടതി. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് നിർണായക പരാമർശം. ഹരി, ഈ സ്വർണ്ണ കൊടിമരമടക്കം കൊടിമര പ്രതിഷ്ഠയിലെ കളവടക്കം പരാമർശിച്ചുകൊണ്ടാണോ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം വന്നിരിക്കുന്നത്? ജയശ്രീ അടക്കം ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല, മുൻകൂർ ജാമ്യവുമായി സുപ്രീം കോടതിയിലേക്ക് വരേണ്ടതില്ല എന്നാണോ സുപ്രീം കോടതിയുടെ നിരീക്ഷണം? ഹരിമോഹൻ. അതാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദ്വാരപാലകപാളിയും കട്ടിളപ്പാളിയും മാത്രമല്ല, കൊടിമരത്തിലെ സ്വർണവും മോഷ്ടിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേസിൽ ആർക്കും, സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായ നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അതായത് കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് കൊടിമരക്കൊള്ളയിൽ അന്വേഷണം തുടങ്ങി എന്നുള്ള കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി അക്കാര്യത്തിൽ ഇടപെട്ടത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസിൽ ആര് സമീപിച്ചാലും മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്നുള്ള നിലപാട് സുപ്രീം കോടതി, പരമോന്നത കോടതി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം മുൻ സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ചിട്ടുള്ള വാദത്തിനിടെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുൻകൂർ ജാമ്യാപേക്ഷയെ തൽക്കാലം പരിഗണിക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവുണ്ട്. ആ ഉത്തരവ് നീട്ടി വെക്കുകയാണ് ചെയ്തത്. അടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസം വരെ അത് നീട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആരോഗ്യ പ്രശ്നമടക്കം നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ജയശ്രീ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മറുപടി ഇങ്ങനെയാണ്. അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണിതെങ്കിൽ പോലും ആ ദ്വാരപാലകപാളിയും കട്ടിളപ്പാളിയും മാത്രമല്ല, കൊടിമരത്തിൽ നിന്ന് പോലും സ്വർണം കവർന്നു എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കൂടി നിരീക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇത് വിചാരണ കോടതിയാകുന്ന കൊല്ലം വിജിലൻസ് കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ല, സുപ്രീം കോടതിയാണ് പ്രധാനപ്പെട്ട വിവരമുള്ളത്. ഹരി, ഇതിൽ ജയശ്രീ പറയുന്നത് തനിക്ക് സ്വർണ്ണ കവർച്ചയിൽ ഉത്തരവാദിത്വമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ്. എന്നാൽ സുപ്രീം കോടതി പറയുന്നു എയിംസ് ഉണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. പാവം സുപ്രീം കോടതിക്ക് അറിയില്ലല്ലോ, നമ്മളെ പറഞ്ഞ് പറ്റുകയാണെന്നുള്ള വിവരം. എയിംസ് എന്തായാലും കേരളത്തിലില്ല, ഇല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിൽ സൗകര്യം നൽകാമെന്നും കോടതി പറയുന്നു. ആവശ്യമെങ്കിൽ ജയിലിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കാൻ നിർദ്ദേശിക്കാമെന്നും സുപ്രീം കോടതി പറയുമ്പോൾ അതിന്റെ അർത്ഥം മുൻകൂർ ജാമ്യമില്ല. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ ജയശ്രീയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് തടസ്സമില്ലല്ലോ, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അതിൽ ഒരു പ്രശ്നമുള്ളത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് നീട്ടി എന്നുള്ളതാണ്, അല്ലേ? നോട്ട് ടു അറസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഈ നോട്ട് ടു അറസ്റ്റ് വന്നാൽ പോലും SITക്കുള്ള ഒരു അധികാരം, അല്ലെങ്കിൽ ഏത് അന്വേഷണ ഏജൻസിക്കുമുള്ള ഒരു അധികാരം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യാം, എന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ള ഒരു വ്യവസ്ഥ മാത്രമാണ് അതിനകത്തുള്ളത്. അതായത് ആ കസ്റ്റഡി നീട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക, അത്തരം നടപടികളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു വിടാനുമുള്ള വകുപ്പുണ്ട്. അതിന് SIT തുനിയുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ ശങ്കർദാസ്, ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന ശങ്കർദാസും ഈ ആരോഗ്യ പ്രശ്നം പറഞ്ഞുകൊണ്ട് നേരത്തെ കോടതിയിലൊക്കെ പോയിട്ടുണ്ടായി, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുണ്ടായി. അന്ന് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ വിവാദങ്ങളൊക്കെ നിലനിന്ന ഒരു സമയം കൂടിയാണ്. ഇന്നിപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജയശ്രീയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഈ ചികിത്സ അത് ആവശ്യമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലോ അല്ലെങ്കിൽ ജയിലിൽ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കാമെന്ന് അടക്കം സുപ്രീം കോടതി പറയുമ്പോൾ അത് മുൻകൂർ ജാമ്യം ഇല്ല, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നുള്ള നിലപാട് ഒരിക്കൽ കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണവുമായി സഹകരിക്കണം എന്ന് കൂടിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ജയശ്രീയോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത് അരുൺ, ഫെബ്രുവരി 18-ാം തീയതി SITക്ക് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശം ജയശ്രീക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മൂന്നാമത്തെ തവണ കൂടി ജയശ്രീയോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി ജനുവരി 8-9 തീയതികളിൽ ഹാജരാകാൻ വേണ്ടിയുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരാവുക, മുൻകൂർ ജാമ്യമായ ആരും സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രീം കോടതിയിലേക്ക് വരേണ്ടതില്ല, ആർക്കും മുൻകൂർ ജാമ്യം നൽകൂല. സ്വർണ്ണ കൊടിമര പുനഃപ്രതിഷ്ഠയിലടക്കം സ്വർണം കവർന്നില്ലേ എന്നാണ് ചോദിച്ചത്. UDF ഭരണസമിതിയായിരുന്നു അക്കാലത്ത്, LDF ഭരണസമിതിയായിരുന്നു 2019. സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടി വരുന്നു.